നമുക്ക് തരുന്ന ഈശോയുടെ തിരുവചന ഭാഗത്തില് ദൈവത്തിന്റെ വിശ്വസ്തമായ അനുഗ്രഹത്തിന്റെ വാഗ്ദാനം നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുന്നത് വഴി നമുക്കത് ഉടനെ കിട്ടുന്നില്ലെങ്കിലും നമുക്കത് സാവധാനം കിട്ടാൻ, അതായത് പെട്ടെന്ന് നമുക്ക് കിട്ടിയാലും നമുക്കത് എവിടെ നിന്നാണ്, എങ്ങനെയാണ് എനിക്കിത് അനുഭവിക്കാൻ ഇടയായതെന്നും നമുക്കറിയില്ല. ഇപ്പൊ നമുക്കൊരു ക്യാൻസർ വരികയാണ്. ഇപ്പൊ നമുക്കറിയാലോ, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ചലനങ്ങളും, എല്ലാ ബലഹീനതകളും, എല്ലാ കുറവുകളും നമുക്കറിയാവോ? അറിയാമോ? നമുക്ക് ജസ്റ്റ് ഒരു തലവേദന വന്നാല്, പനി വന്നാല്, അങ്ങനെ പുറമേയുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റാറുള്ളൂ, അല്ലെ? കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിച്ച് കേട്ടിരിക്കണേ. നമ്മൾക്ക് നമ്മുടെ പുറമേയുള്ള ഏതെങ്കിലും ചെറിയ ചെറിയ സിംറ്റംസ് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാറുള്ളൂ. അപ്പൊ നമ്മള് ചിലപ്പോ പനി വന്നിട്ട് വിട്ടുമാറാത്ത പനിയാണെങ്കിൽ മാത്രമേ നമ്മൾ ടെസ്റ്റിന് പോകുള്ളൂ, അല്ലെ? അത് എന്തുകൊണ്ടാണ് നമുക്കത് വരാൻ കാര്യമെന്ന്, അത് മാറാത്ത എന്താണെന്ന് നമ്മള് ഡോക്ടർ പറയും വിട്ടുമാറാത്ത എത്ര ദിവസമായി. എന്ത് രോഗം വരുമ്പോഴും ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ചോദിക്കണം എന്താണ്, എത്ര ദിവസമായി, എത്ര നാളായി ഈ ബുദ്ധിമുട്ട് അനുഭവിക്കണം എന്നല്ല ചോദിക്കണത്. നോർമലായിട്ട് എല്ലാ ഡോക്ടേഴ്സും ചോദിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ചുമ വന്നാല്, പനി വന്നാല്, തലവേദന, എന്ത് വേദനയാണ് ശരീരത്തിന്, എന്ത് സിംറ്റം കാണിച്ചാലും, എന്ത് വേദന വന്നാലും, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഡോക്ടർ അത് അത് മനസ്സിലാക്കാനായിട്ട്, ആ രോഗത്തിന്റെ നിർണയത്തിന് വേണ്ടിയാണ് ചോദിക്കണത് എത്ര നാളായി ഇത് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങിയിട്ടെന്നല്ലേ. അപ്പൊ നമ്മളുടെ അറിവിൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ കാലങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ ആ ചെറിയ വിഷമമൊന്നും നമ്മൾ അധികം ശ്രദ്ധിക്കില്ല. കുറച്ച് കഴിഞ്ഞത് നമുക്ക് സഹിക്കാൻ പറ്റാതെ അത് ആ ഒരു പ്രശ്നം നമ്മൾ ബുദ്ധിമുട്ട് അലക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ കൂടുതൽ ശല്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു വേദന നമ്മുടെ ജീവിത സാഹചര്യത്തോട് മല്ലടിക്കുന്നത് കൊണ്ടായിരിക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്, അല്ലേ? അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് തന്നെ. അപ്പൊ അതിനു മുമ്പേ വേദനയും വിഷമവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളത് കണക്കാക്കാറില്ല. അപ്പോ നല്ല ബുദ്ധിമുട്ട് വരണം അന്ന് തുടങ്ങി നമ്മൾ ആ കാലങ്ങളൊക്കെ ശ്രദ്ധിക്കാറുള്ളൂ, അല്ലെ? അപ്പൊ ആദ്യത്തെ നമുക്ക് നമ്മുടെ ശരീരത്തിലുണ്ടായ ആ ഒരു രോഗത്തിന്റെ നിർണയത്തിന് ആദ്യം ഉണ്ടായ ആ ഒരു വിഷമം, ഒരു വേദന പെട്ടെന്ന് ചിലപ്പോൾ വന്നിട്ട് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മൾ എന്തെങ്കിലും കൈമരുന്നോ എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്ത് നമ്മൾ അതിനെ റിക്കവർ ആയിട്ടുണ്ടാവാം. പക്ഷെ അതുകൊണ്ടൊന്നും നിൽക്കില്ല. അതുകൊണ്ട് പോരാതെ മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മളത് പിന്നെ അത് ടെസ്റ്റ് ചെയ്യാനും ഡോക്ടറിനെ കാണാനും ടെസ്റ്റ് ചെയ്യാനൊക്കെ പോണത്. ഇല്ല, അപ്പൊ നമുക്ക് ആദ്യത്തെ ബുദ്ധിമുട്ട് നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടില്ല. ആ ബുദ്ധിമുട്ട് ദൈവം അറിയാതിരുന്നിട്ടുണ്ടോ? ഉണ്ടോ? ദൈവം അറിയാതെ ഇരുന്നിട്ടുണ്ടോ? ഉണ്ടെന്നോ? ദൈവം അറിയുന്നുണ്ട്, ദൈവം അറിഞ്ഞിട്ടുണ്ട്, അല്ലേ? ദൈവം അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ അതായത് നമ്മള് വചനം പറയണത് എന്താണ്? അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാനെന്ന് അറിഞ്ഞു. അതായത് നമുക്ക് രൂപം നൽകുന്നത്, അതായത് ഞാനെന്ന വ്യക്തിയുടെ ആണാണോ പെണ്ണാണോ എന്ന് നിർണയിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം നല്ല വ്യക്തമായി നമ്മളെ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, അല്ലെ? അപ്പൊ അത്രയും ക്ലിയർ ആയിട്ട് അറിയുന്നത് ദൈവത്തിന് മാത്രമാണ്, അല്ലേ? വേറൊരു വചനം കൂടിയുണ്ട് സിസ്റ്ററെ, ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മള്. അതെ. അപ്പോ അത്രമാത്രം, അതായത് ഈ ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ നമ്മൾ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. ടൈം ആയപ്പോ മാത്രമാണ് നമ്മളെ ദൈവം ഇന്ന സ്ഥലത്ത്, ഇന്ന അമ്മയുടെ ഉദരത്തില്, ഇന്ന കുടുംബത്തില്, ഇന്ന വ്യക്തികളുടെ ജീവിതത്തില് വന്ന് ഭവിക്കാൻ, ജനിക്കാൻ ഇടയായിട്ടുള്ളത്, അല്ലെ? ദൈവം കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് എല്ലാ വ്യക്തികളെയും ഈ ഭൂമിയിൽ കൊണ്ടുവന്നതും നിലനിർത്തിയതും ഓരോ കുടുംബ ജീവിതങ്ങളിലേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചത്, അല്ലെ? അപ്പൊ ആരുടെയും കണക്കൂട്ടലുകളല്ല, ദൈവത്തിന്റെ കണക്കൂട്ടലുകളിലാണ് ഇതെല്ലാം സംഭവിച്ചേക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മളെ സംരക്ഷിക്കാനോ നമ്മളുടെ ജീവിത മേഖലകളെ കാലേ കൂട്ടി അറിയാനോ ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ നമ്മളുടേതായ വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളും, എല്ലാ ആരോഗ്യപരമായും സാമ്പത്തികപരമായും ആത്മീയപരമായും നമ്മളിപ്പോ ഒരു 10 വയസ്സ് വരെ നല്ല ദൈവസ്നേഹത്തിലാണ്.
വയസ്സ് കഴിഞ്ഞ് 11ാമത്തെ വയസ്സാകുമ്പോഴേക്കും ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് അവൻ വേർപിരിച്ച് വേറൊരു വഴിക്ക് പോകുന്ന ഈശോയ്ക്ക് അറിയാം. പിന്നെ അതെ അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പൊ ആദ്യത്തെ ആ 10 വയസ്സ് ഉള്ള സ്നേഹത്തെ അവൻ ഓർത്ത് വീണ്ടും വരും. പിന്നെ അവൻ മാരീഡായി അല്ലെങ്കിൽ ഒരു ജോലി മേഖലകളിലേക്ക് പോയി അവന്റെ ജീവിത സാഹചര്യങ്ങളും ജീവിത വ്യഗ്രതകളും പിന്നെയും ദൈവത്തിൽ നിന്ന് അകന്നു പോകും എന്നൊക്കെ ദൈവത്തിന് അറിയാം, അല്ലെ? അതെ എല്ലാ കാര്യങ്ങളും അറിയാം. എന്നിട്ടും ദൈവം ആ വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയല്ലേ, അതെ അതെ അല്ലേ? കഴിഞ്ഞ ദിവസം എനിക്ക് എന്റെ വീട്ടിലുണ്ടായ ഒരു കാര്യമാണ്. ഞാൻ എല്ലാ കാര്യവും നിങ്ങളോട് പറഞ്ഞതിന്റെ കാര്യം, നമ്മൾ വെറും പച്ചയായ മനുഷ്യര്, ഞാനൊരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. എനിക്ക് എന്റെ കുറവുകൾ എനിക്ക് തുറന്നു പറയുമ്പോൾ എനിക്കൊരു കുമ്പസാരക്കൂട് പോലെയാണ് പലപ്പോഴും എനിക്ക് തോന്നാറുള്ളത്. കാരണം നമ്മളിപ്പോ ഇങ്ങനെ പറയുമ്പോ ചിലപ്പോ മറന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് പറയുമ്പോ അത് എല്ലാവരും കേൾക്കുകയാണ്, അല്ലെ? അതെ അതെ കുമ്പസാരം എന്ന് പറഞ്ഞാല് രഹസ്യമായിട്ട് പറയുന്നതാണ്. നമ്മൾ അത് പരസ്യമാക്കി പറയുമ്പോ ഒരു വലിയൊരു കുമ്പസാരം തന്നെയാണ്. അപ്പൊ അതെ ഞാൻ ചിലപ്പോഴൊക്കെ മറന്നുപോയ കാര്യങ്ങള് നിങ്ങളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോ എനിക്ക് ഓർമ്മിപ്പിച്ച് തരാറുണ്ട്. അപ്പൊ ഞാനത് ഈശോയോട് പറയും, ഈശോ ഇത് ഞാൻ കുമ്പസാരത്തിൽ നിന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇത് എന്റെ ഒരു കുമ്പസാരത്തിന്റെ ഒരു അതായിട്ട് എടുത്തോളണം എന്ന് ഞാൻ പറയാറുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം എന്താണ് എന്റെ മൂത്ത മോൻ, അവന് ശനിയാഴ്ച ആകുമ്പോഴേക്കും പിള്ളേര് അവന്റെ പ്രായം എന്ന് പറഞ്ഞാൽ 20 വയസ്സാണ്. അതുകൊണ്ട് നമുക്ക് പിടിമുറുക്കാൻ പറ്റാത്തൊരു പ്രായമാണ്, ഫ്ലെക്സിബിൾ ആണ്, വഴുതി പോകുന്ന ഒരു പ്രായമാണ്. നമ്മൾ എത്ര ശ്രമിച്ചാലും ഒരു ദിവസം നിൽക്കും, 2-ാം ദിവസം പിന്നെ പോകും, പിറ്റേ ദിവസം നമ്മൾ പിടിച്ചിരുത്തും. അത് അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ ഞാൻ ഭയങ്കര ആ ഒരു അവന്റെ ഈ പോക്ക് കണ്ടിട്ട് എനിക്ക് ചിലപ്പോഴൊക്കെ വിഷമം തോന്നും. പിന്നെ ഞാൻ ഓർക്കും, ഞാൻ എന്നേക്കാൾ കൂടുതൽ വിഷമിക്കേണ്ടത് ദൈവമാണ്. കാരണം എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ, എനിക്ക് ഇത്രയൊക്കെ അവന് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എത്ര ബലം പിടിച്ചാലും കർത്താവ്, ഞാനിപ്പോ പോണ വഴിക്ക് അവൻ എന്തെങ്കിലും ദൈവത്തിന്റെ സ്നേഹത്തിനെതിരായിട്ട് നല്ല അടി കൊടുത്തേക്കണം, നല്ല അടി കൊടുത്ത് അവൻ വീട്ടിൽ കൊണ്ടുവന്നേക്കണം. എനിക്ക് അത്ര പറയാനുള്ളൂ. ഞാനൊരു ദയം അതില് പ്രതീക്ഷിക്കുന്നില്ല. നല്ല അടി കൊടുത്തു, നല്ല വേദനിക്കട്ടെ, നന്നായിട്ട് അത് മനസ്സിലാക്കട്ടെ എന്നാണ്. പക്ഷെ ഞാൻ എപ്പോഴും നോക്കുമ്പോഴൊന്നും ഈശോ ഇവനെ അടിക്കാറില്ല. ഇവനെ എപ്പോഴും ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തോണ്ടിരിക്കുന്നു. ഞാനപ്പൊ ഈശോ പറയും, അങ്ങനെ വളർത്തിക്കോ. ഞാൻ നമ്മള് തന്നെ പറയല്ലേ, ആ വളർത്തു ദോഷം എന്ന് പറയൂലേ. അതെ ഞാനപ്പൊ ഈശോനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഈശോ തന്നെ അവനെ വഷളാക്കണത്, ഈശോ തന്നെ അവൻ തെറ്റ് ചെയ്തിട്ട് എന്തിനാ അവനിങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അവന് വേണ്ട സമയത്ത് ദൈവത്തിന് ശിക്ഷണം കൊടുത്ത് അവനത് ബോധ്യപ്പെടുത്തിക്കൂടെ? പക്ഷെ അതൊന്നും ഈശോ, നമ്മളുടെ ബുദ്ധിയല്ലല്ലോ ഈശോയുടെ ചിന്ത. നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ഈശോ ചിന്തിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഞായറാഴ്ചയും അതിന് മുമ്പത്തെ ഞായറാഴ്ചയും പള്ളിയിൽ പോയില്ല. അപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ പോകാൻ വേണ്ടി അവൻ ഇറങ്ങിയതാ. അവനെ എനിക്ക് പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. അവൻ 5:30 കുർബാനക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ട് ആ സമയത്ത് അവന്റെ കൂട്ടുകാരൊക്കെ വന്നപ്പോ ഒരെണ്ണം പള്ളിയിൽ പോവില്ല. അപ്പോ ആ സമയത്ത് അവന്റെ കാര്യം വർത്തമാനം പറഞ്ഞു നിന്നിട്ട് എനിക്കപ്പോ പള്ളിയിൽ പോകേണ്ട ആവശ്യമുണ്ട്. കാരണം വൈകുന്നേരം പാടാൻ പോണം. രാവിലെയും പോയെങ്കിലും വൈകുന്നേരം പോണം. അപ്പൊ അതുകൊണ്ട് ഇവനെ ഇറങ്ങിയല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പള്ളിയിലോട്ട് പോയി. പള്ളിയിലോട്ട് തിരിച്ചു പോയി വന്നിട്ടും ഇവനെ ഞാൻ കാണണില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോഴേക്കും ഇളയാള് വന്നിട്ട് പറഞ്ഞു, അമ്മ ചേട്ടൻ പള്ളിയിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ അവനെ കണ്ടു. ഞാൻ ചോദിച്ചു, നല്ല ചീത്ത വിളിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ നാളെ നിനക്ക് ഞാൻ ചോറ് തരൂലെന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ പറഞ്ഞെങ്കിലും അവൻ എന്നോട് എക്സ്ക്യൂസ് പറഞ്ഞ്, ഇല്ല ഞാൻ അങ്ങനെ ചെയ്യൂല എന്നൊക്കെ പറഞ്ഞ അവൻ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോ ഞാനൊരു ഒന്നാ പോട്ടെ, ഈ ആഴ്ച അപ്പൊ ഈ ഒരു പ്രാവശ്യം എന്നോട് ക്ഷമിച്ചൂടെ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ആ ആഴ്ച അങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ ഈ ആഴ്ച ഇന്ന് കഴിഞ്ഞ ഞായറാഴ്ച ഇങ്ങനെ സംഭവിച്ചു. അപ്പം അവന് പോകാനുള്ള സമയവും സാഹചര്യവും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവര് അത്രയും ആഗ്രഹമില്ല അവർക്ക് അതിനോടുള്ള. അപ്പൊ നമ്മള് ഈ പിന്നെ കേൾക്കുമ്പോ നിങ്ങളായിരിക്കും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ മോന്റെ കാര്യമാണോ പറയണേന്ന്. കാരണം ഞാൻ എന്റെ ജന്മദിനം തന്നെ വിശുദ്ധ മോണിക്കയുടെ ഫീസ്റ്റ് ഡേ ആണ്. എനിക്ക് മോണിക്ക ആണ് ഞാൻ കൂടുതൽ ബലം പിടിച്ച് പ്രാർത്ഥിക്കുന്നത്. കാരണം എനിക്ക് വിഷമം വരുമ്പോ ഞാൻ മോണിക്കേനെ ഓർക്കും. ഞാൻ ആ അവസ്ഥയെ കൂടി പലപ്പോഴും കടന്നു പോകാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പറയും, എത്ര നാളാണ് ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു വിഷമം. കാരണം അവൻ മരിച്ചു പോയാൽ എനിക്ക് വിഷമമില്ല, പക്ഷെ ദൈവത്തിൽ നിന്ന് അകന്നു പോണത് കാണുമ്പോ എനിക്ക് ഭയങ്കര വിഷമം. അപ്പോ
കാരണം നമ്മള് ഇത്ര അധ്വാനിക്കുന്ന ലോകം മുഴുവനും നമുക്ക് വേണമെങ്കിൽ സുവിശേഷം പ്രഘോഷിക്കാം. സ്വന്തം വീട്ടില് നമുക്ക് ഈശോയെ പറ്റി അത്രയും മാത്രം പറയാൻ പറ്റുന്നില്ല. പറഞ്ഞാൽ അവർക്കത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അവരുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്, പക്ഷെ അവർക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളിങ്ങനെ ബലം പിടിച്ച് നമ്മൾ മാത്രം ബലം പിടിച്ച് ഒറ്റക്ക് ഇരിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അപ്പൊ ഞാൻ ഈശോയോട് പറഞ്ഞു, നാളെ എന്തായാലും ഞാൻ ഭക്ഷണം കൊടുക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പള്ളിയിൽ നിന്ന് വന്നിട്ട് വീട്ടിലോട്ട് കയറിയില്ല. അവൻ പോകുന്നവരെ ഞാൻ അവിടെ ഇവിടെയൊക്കെ തട്ടി തടഞ്ഞൊക്കെ നിന്നേച്ചു. പള്ളിയിൽ നിന്ന് വന്നത് ഞാൻ വൈകിയാണ്, കാരണം അവൻ പോട്ടെ എന്ന് ഓർത്ത്. അപ്പൊ ഞാൻ പിന്നെ രാവിലത്തെ ഭക്ഷണം കഴിക്കാനുള്ളത് മാത്രം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. അപ്പൊ വൈകുന്നേരം വന്നപ്പോ അവൻ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് ഭക്ഷണം തന്നില്ലല്ലോ, നന്നായി, എനിക്ക് ഇന്നലെ നല്ല ഫുഡാ കിട്ടിയത്. അപ്പൊ കുറെ കറികളൊക്കെ ഉണ്ടായ, നമ്മള് വീട്ടിൽ നിന്ന് നോക്കുമ്പോ ചിലപ്പോ 2 കറിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അവർക്ക് അവരുടെ വേറൊരു ക്യാൻറ്റീന്ന് എന്റെ ഒരു കൂട്ടുകാരൻ വഴി എനിക്ക് അവിടെ നിന്ന് ഫുഡ് കിട്ടി. അപ്പൊ ഞാൻ അതിശയം വെച്ചു, ഇത്രയും പള്ളിയിൽ പോണ്ട് ഞാൻ ഇത്രയും ബലം പിടിച്ച് ഞാൻ ഈശോയോടും പറഞ്ഞു, അവനോടും പറഞ്ഞു, എന്നിട്ട് അവന് ഭക്ഷണം കൊടുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ. അപ്പൊ ഇവന് എല്ലാ ദിവസവും വായിക്കുന്ന വചനം അവിടുത്തെ കാരുണ്യാനന്ദമാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വചനമാണ്, സങ്കീർത്തനം, എന്നും കിട്ടുന്ന വചനഭാവം. അപ്പൊ ഞാൻ പറഞ്ഞടാ, നീ വെറുതെ വായിച്ചു പോ. അപ്പൊ അവനറിയാം അവിടുത്തെ കാരുണ്യാനന്ദം, അവിടുന്ന് എല്ലാ ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നു, അവിടുത്തെ കാരുണ്യാനന്ദമാണ്, ആ വചനഭാഗമാണ് അവൻ എപ്പോഴും വായിക്കണം. ഞാൻ പറഞ്ഞടാ, ഇത് നിന്നോട് എന്നും പറയണാണ്, ദൈവം നിന്നോട് കാണിക്കുന്ന കാരുണ്യം അനന്തമാണെന്ന് നിന്നെ എല്ലാ ദിവസവും ഓർപ്പിച്ചു തരണേണ്, നീ ഇത് വല്ലതും മനസ്സിലാക്കണുണ്ടോ എന്നിട്ട് നമ്മള് പറഞ്ഞ് ചിലപ്പോ ഒരു രക്ഷയില്ല. അപ്പൊ ഞാൻ വിചാരിക്കും, ഇവന് അതായത് എന്റെ സ്വന്തം കാര്യം പറയുമ്പോൾ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ, മറ്റുള്ളവരുടെ ഒരാളുടെ കാര്യം പറയുമ്പോൾ അല്ല ബുദ്ധിമുട്ട്. കാരണം എന്റെ ഒരു അനുഭവമാണ്, എന്റെ ഒരു പക്ഷെ എന്നാലും ഇവരെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് അത്ഭുതം. ഞാൻ പറയും, ദൈവം ഇങ്ങനെ ഇവരെ പ്രൊട്ടക്ട് ചെയ്ത് ഇവര് ചീത്തായി പോവുകയുള്ളൂ. എന്താണ് ദൈവത്തിന്റെ ഉദ്ദേശം നമുക്കറിയില്ല. പക്ഷെ ഇതിപ്പോ നമ്മളുടെ ഇങ്ങനെയുള്ള ഒരു ബലം പിടുത്തം കൊണ്ടായിരിക്കാം ചിലപ്പോ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അല്ല. അപ്പൊ നമ്മളിലുള്ള ആ ഒരു ഉറച്ച വിശ്വാസം ചിലപ്പോ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടാവാതിരിക്കാം. അല്ലെങ്കിൽ നമ്മളുടെ ചിന്ത എങ്ങനെ, ഇപ്പൊ നമ്മള് മക്കളെ സേവ് ചെയ്യാൻ വേണ്ടിയല്ല, ദൈവത്തിന്റെ ശക്തി എന്താണെന്നറിയാൻ വേണ്ടി മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മൾക്ക് വേണ്ടി എങ്ങനെയാ നിലകൊള്ളുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. നമ്മളുടെ സമ്പത്തോ കഴിവോ സമയമോ എല്ലാം ദൈവത്തിന്റെ ദാനവും കരുണയാണെന്ന് മാത്രം അറിയാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്നത് ഒരു പ്രൊട്ടക്ഷൻ ആക്കി ദൈവം ഉപയോഗിക്കുകയാണോ എന്ന് പോലും ഓർക്കാറുണ്ട്. ഞാൻ ഈശോയോട് 2 വഴക്ക് പറയും, എന്തിനാ അവന് ഭക്ഷണം കൊടുത്തത്, ഭക്ഷണം കിട്ടാണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ മര്യാദക്ക് പള്ളിയിൽ പോയിരുന്നാൽ മതി, അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്കിപ്പോ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു. പക്ഷെ ദൈവം നല്ല സമൃദ്ധമായിട്ട് ഭക്ഷണം കൊടുക്കുന്നു, അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ഒരു പ്രൊട്ടക്ഷന്റെ ഒരു വശം മനസ്സിലാക്കണം. നമ്മൾ എത്ര ദുഷ്ടതരം കാണിച്ചാലും എത്ര പാപത്തിലാണെങ്കിലും ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്നു, അല്ലേ? ദൈവത്തിന്റെ സ്വഭാവം നമ്മളായിട്ട് മാറ്റാനൊന്നും നമുക്ക് ദൈവത്തിന് പറ്റില്ല. അത്രമാത്രം എന്താണ് നമ്മളോട് സ്നേഹമാണ്. മനസ്സിലായോ? ഇത് നമ്മള് വ്യക്തിപരമായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ, നമ്മുടെ ചുറ്റുമുള്ള മേഖലകള്, നമ്മുടെ വ്യക്തി ജീവിതങ്ങള് ഒന്ന് മനസ്സിലാക്കാൻ. നമ്മൾ ചെയ്ത ഓരോ കുരുത്തക്കേടിനനുസരിച്ച് അപ്പപ്പൊ കിട്ടിയിരുന്ന കീറായിരുന്നെങ്കിൽ നമ്മളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ദൈവം നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ വലിയൊരു അടയാളമാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും. മറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കാം മണിയമ്മ. വായിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 46 മുതൽ 55 വരെയുള്ള വചനങ്ങൾ. പരിശുദ്ധമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തിനോടും
അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. ദൈവവചനമാണ് നാം കേട്ടത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവം നൽകുന്ന മറിയത്തിന് സ്തോത്രം പറയാണ്. അബ്രഹത്തിന് കൊടുത്ത വാഗ്ദാനം നമ്മൾ എന്തൊക്കെ കാണിച്ചാലും അത് ദൈവം മാറ്റില്ല. നമ്മളെ എന്തോരം എത്ര മോശമായ ജീവിതം നയിച്ചാലും ഇപ്പൊ പറഞ്ഞതുപോലെ ദൈവം മാറ്റണമെന്ന് ദൈവവും കൂടി തീരുമാനിക്കണം, അല്ലെ? അത്രമാത്രം ക്ഷമയോടെയാണ് നമ്മളെ ഓരോ ദിവസവും ദൈവം നോക്കിക്കാണുന്നത്. അത്രമാത്രം ക്ഷമ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ക്ഷമ അളക്കാനുള്ള ഒരു മെഷർമെന്റ് ഇല്ല, കരുണ അളക്കാനുള്ള മെഷർമെന്റ് ഇല്ല, സ്നേഹം അളക്കാൻ, ഇതൊക്കെയാണ് ദൈവത്തിന് പറ്റിയ തെറ്റ്, അല്ലേ? നമ്മളുടെ ജീവിതത്തിൽ ഇപ്പൊ ഒരാൾക്കൊരു സഹായം ചെയ്തു, നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് ചെയ്യുന്നതില്. നമ്മളിപ്പോ നമ്മള് ചെയ്തു കൊടുക്കുന്ന ഒരാൾക്ക്, ഞാനിപ്പോ പറഞ്ഞതുപോലെ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ എനിക്ക് ഒരു ദിവസം ഫുഡ് അവന് മുടക്കാം. പക്ഷെ ദൈവം എന്ത് ചെയ്യും? അവൻ എവിടെന്നെങ്കിലുമൊക്കെ ഫുഡ് സമയത്ത് എത്തിച്ചു കൊടുത്തോളൂ, അല്ലേ? മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ദൈവം നമ്മുടെ പ്രവൃത്തി. നമ്മൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം നീ ഇന്ന് ഭക്ഷണം കഴിക്കണ്ട, അല്ലെങ്കിൽ ഒരു ദിവസം നീ വീട്ടിൽ കയറണ്ട എന്ന് പറയും. പക്ഷെ അവന് വേറൊരിടം കർത്താവ് അവിടെ കരുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾക്ക് നോ എന്ന് പറയാം, പക്ഷെ ദൈവത്തിന് അങ്ങനെ നോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ദൈവത്തിൻ്റെതായ മക്കളുടെ ഹൃദയം കാണുവാനായിട്ട് ദൈവത്തിന് നന്നായിട്ട് അറിയാം. ഇപ്പൊ നമ്മള് ബാഹ്യമായ അവസ്ഥ മാത്രമേ കാണുള്ളൂ, പക്ഷെ ദൈവം തന്റെ വാഗ്ദാനം അനുസരിച്ച് എല്ലാ ദിവസവും ഈ ലോകത്തെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇന്നും ഈ ലോകത്തില് ഇത്രയും ജനകോടികൾ ഉണ്ടായത് തന്നെ, അല്ലേ? ഇത്രയും ജനകോടികൾ ജീവിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് മാത്രമാണ്. ദൈവത്തെ അറിയാത്ത എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യര് ഈ ഭൂമിയിലുണ്ട്. പക്ഷെ ദൈവം പരാതി പറയുന്നുണ്ടോ? പരാതി പറയാതെ അവരെന്ത് ചെയ്യുന്നത്? പ്രൊട്ടക്ട് ചെയ്യാണ്, അല്ലെ? നമ്മളാണെങ്കിലോ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ മക്കള് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിച്ചവര്, നമ്മൾ സഹായിച്ചവര്, നമ്മുടെ സ്നേഹിതര്, വീട്ടുകാര്, ഇപ്പൊ നമ്മുടെ വീട്ടുകാർ നമ്മളോട് എന്തെങ്കിലും ഇഷ്ടക്കേടോ അല്ലെങ്കിൽ മാനസികമായി നമ്മളെ ടോർച്ചർ ചെയ്തതോ ശാരീരികമായി വേദനിപ്പിച്ചതോ ഒക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അതിനെ പ്രതിരോധിക്കാനുള്ളൊരു കഴിവോ ശക്തിയോ സാമ്പത്തിക ഭദ്രതയോ ഒക്കെ വരുമ്പോൾ നമ്മളത് പ്രതികരിക്കും, അല്ലേ? നമ്മുടെ കഴിവനുസരിച്ച് പ്രതികരിക്കും, തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കും. പക്ഷെ ഇതിന്റെ മുകളിലാണ് എല്ലാ സർവസമ്പന്നനായ ദൈവത്തിന്റെ കരങ്ങളിലാണ് നമ്മളും നിൽക്കുന്നത്, അല്ലെ? നമ്മൾ പ്രതികരിക്കുന്ന പോലെ ദൈവം പ്രതികരിച്ചിരുന്നെങ്കിൽ ദൈവത്തിന്റെ ഉടമ്പടി അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദാനം, ദൈവത്തിന്റെ പ്രവൃത്തി എങ്ങനെ മുന്നോട്ട് പോകും, അല്ലെ? അപ്പൊ നമ്മളുടെ ചിന്തകളുടെ ഒരരികത്ത് പോലും ദൈവത്തിന്റെ പ്രവൃത്തി വരില്ല. മാത്രമല്ല, ദൈവം നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ഒരിക്കലും ദൈവം പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യകുലം വളരെ ദയനീയ അവസ്ഥയായി പോയാൻ, അല്ലെ? മനുഷ്യന് ജനിക്കാൻ തന്നെ പറ്റില്ലായിരുന്നു, ജീവിക്കാൻ പറ്റില്ലായിരുന്നു. മരണം പോലും വളരെ ദുരന്തവും ദയനീയമായ അവസ്ഥ. ഇന്നിപ്പോ നമ്മള് ദയനീയമായി മരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, അല്ലെ? മനുഷ്യന്റെ അഹങ്കാരം കൊണ്ടാണ് ദുരൂഹതയുടെ മരണവും ദാരുണമായ മരണവും കൊലയും കൊലപാതകവും ഒക്കെ സംഭവിക്കണം. അല്ലാതെ ദൈവം അതിന്റെ മുകളിൽ ഒരു കാര്യവും പ്രവർത്തിച്ചിട്ടില്ല. മനുഷ്യന്റെ സ്വാർത്ഥതയും അഹങ്കാരവും ഒക്കെ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് ഇന്ന് ഈശോ നൽകുന്ന തിരുവചന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 27-ാമത്തെ 27-ാമത്തെ വചനം. യേശു പറഞ്ഞു, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തില് 27-ാമത്തെ തിരുവചനം എന്താ പറഞ്ഞ? തോമസ്ലിയോട് പറഞ്ഞ വചനഭാഗമാണ്. അവൻ തോമസിനോട് പറഞ്ഞു, യേശു തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അപ്പോ തോമസ്ലിയ പറഞ്ഞ വചനം എന്തായിരുന്നു? എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന്, അല്ലെ? യഥാർത്ഥത്തിൽ തോമസ്ലിഹ ഈശോയുടെ തിരുവിലാവ് കണ്ടു എന്നല്ലാതെ അതിൽ തൊട്ടിട്ടുമില്ല, കൈയിട്ട് നോക്കിയിട്ടുമില്ല. അപ്പം എന്താന്ന് വെച്ചാല്
അതായത് നമ്മുടെ കുറവുകള് ദൈവത്തിന് അറിയാം. നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ ചിന്തകളുടെ ബലഹീനതകള്, നമ്മുടെ ബുദ്ധിയുടെ കുറവുകള്, ബലഹീനതകള്, ആത്മീയമായ തിരിച്ചറിവുകൾ, അന്ധതകളൊക്കെ നമുക്ക് എത്രമാത്രം ഉണ്ട് എന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് തോമസ് ലീഹ ആരായിരുന്നു ശരിക്കും? ഈശോയുടെ ശിഷ്യൻ. ശിഷ്യനായിരുന്നു അല്ലെ. 3 വർഷം ഇങ്ങനെ കൂടെ നടന്നിട്ട് പോലും ശിഷ്യന്മാർക്ക്, തോമസ് ലീഹ മാത്രമല്ല എല്ലാ ശിഷ്യന്മാരും അങ്ങനെ തന്നെയായിരുന്നു. ഒന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. പ്രധാനപ്പെട്ട 3 ശിഷ്യന്മാർ ആരൊക്കെയായിരുന്നു? പത്രോസ്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അല്ലെ. ഈ 3 പേരെയാണ് ഈശോ ഏറ്റവും പ്രധാനമായിട്ടും മിക്ക സ്ഥലങ്ങളിലും കൊണ്ടുപോകുന്നത്. ഇവര് 3 പേരും പ്രധാനമായിട്ടും ദൈവത്തിന്റെ കൃപയുടെ മഹത്വം പൂർണ്ണമായിട്ട് ഈശോയിൽ കണ്ടൊരു സമയമായിരുന്നു താബോർ മലയില് ഈശോയുടെ രൂപാന്തരീകരണം അല്ലെ. പക്ഷെ അവിടെ പോലും ഇവരുടെ ഹൃദയം മന്ദതയായിരുന്നു. അത്രമാത്രം ഈശോയോട് കൂടെ ജീവിച്ച ഈ ഏറ്റവും അടുത്ത് തന്നെ നമുക്കറിയാലോ, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടി ദൈവം അടുപ്പിച്ച് നിർത്തുന്നതും അടുത്ത് നിൽക്കാൻ അനുവദിക്കുന്നതൊക്കെ ഒരു പ്രത്യേകമായ ദൈവത്തിന്റെ തീരുമാനമാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഈ 3 ശിഷ്യന്മാർക്ക് പോലും കുറെ മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവര് അല്ലെ. എന്താണ് പത്രോസ് ലീഹ പറയുന്ന കുറെ കാര്യങ്ങൾ അറിയാം. അതുപോലെ യോഹന്നാൻ സ്വർഗത്തിൽ നിന്നും തീ ഇറക്കി ഇവരെ കൊന്നുകളയട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈശോയുടെ ശിഷ്യനായിരുന്നു, ഏറ്റവും സ്നേഹമുള്ള ശിഷ്യൻ. ഇങ്ങനെ കൊന്നുകളയാനായിട്ട്, മറ്റുള്ളവരെ കൊന്നുകളയാനുള്ള ഒരു സ്വാർത്ഥത. അതുപോലെ മറ്റൊരു സ്ഥലത്ത് വെച്ച് ഒരു വ്യക്തി ഈശോയുടെ നാമത്തില് രോഗസൗഖ്യം നടത്തുന്നു, പിശാചുക്കളെ ഒഴിപ്പിക്കുന്നു എന്നൊക്കെ ഈശോയോട് വന്ന് പറയുന്നുണ്ട്. അപ്പോ ഈശോ പറയുന്നത്, നമ്മൾക്ക് നമ്മുടെ കൂടെയുള്ളവൻ നമുക്കെതിരല്ല, അവരത് ചെയ്തോട്ടെ. ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അവര് വന്ന് ചേരുന്നില്ല. അവരൊറ്റക്ക് നടത്തി അവര് വചനപ്രഘോഷണവും രോഗസൗഖ്യവും കൊടുക്കുകയാണ്. പക്ഷെ എന്താണ് അവിടെ ഈശോ എന്താണ് ആഗ്രഹിക്കുന്നത്? എങ്ങനെയായാലും ഈശോയുടെ നാമമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തിനാ ഇങ്ങനെ അസൂയ? എന്തിനാ നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നത് എന്നാണ് ഈശോ ചോദിക്കുന്നത് അല്ലെ. അപ്പൊ ശിഷ്യന്മാരാരും ആന്തരികമായിട്ടും പെർഫെക്റ്റ് ഒന്നും ആയിരുന്നില്ല, വളരെ സ്നേഹത്തോടു കൂടി ഒന്നും ആയിരുന്നില്ല. പരസ്പരം ഇവരുടെ ഇടയിൽ തന്നെ കലഹം ഉണ്ടായിരുന്നു. ഈശോയുടെ കാല് കഴുകുന്ന സമയത്ത് തൊട്ട് മുമ്പ് പറയണെന്താ, ആരാണ് വലിയവൻ ചെറിയവൻ ആരാന്നൊക്കെ തർക്കിക്കുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അവിടെയും ഈശോ പറയുന്നത് എന്താണ്, ഇന്നത്തെ ഗോസ്പൽ തന്നെ ലത്തീനില് അതായിരുന്നു, ആരാണ് ശുശ്രൂഷകൻ, ആരാണ് വലിയവൻ ചെറിയവൻ എന്നൊക്കെ ഈശോ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെ. ഏറ്റവും വലിയവൻ ഈശോ, ഏറ്റവും ചെറിയവനായിരിക്കണം, ചെറിയവനായിരിക്കണം. അപ്പോ ശുശ്രൂഷിക്കപ്പെടാനല്ല വന്നിരിക്കുന്നത്, എന്താണ്, ശുശ്രൂഷിക്കാനാണ് ആര്? ഈശോ വന്നിരിക്കുന്നത്. അപ്പോ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഈ ഈശോയുടെ കൂടെ നിൽക്കുന്നവര് തന്നെ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ ശരിയാവണത് അല്ലെ. ഈശോയുടെ ദൈവിക പദ്ധതി കഴിഞ്ഞാൽ പിന്നെ അടുത്ത അത് ഫോളോ ചെയ്യേണ്ട ആളുകളാണ് ഈശോയുടെ ശിഷ്യന്മാര്. അപ്പൊ ഈശോ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്, ഇവരുടെ ഈ മൽപിടുത്തവും മത്സരവും എല്ലാം കണ്ടിട്ട്. പിന്നെ വലതുഭാഗവും ഇടതുഭാഗവും ഒക്കെ ഭാഗിച്ചെടുക്കാനായിട്ടൊക്കെ തീരുമാനിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെയൊക്കെ ഈശോയ്ക്ക് ഒരു സംതൃപ്തിയൊന്നുമില്ല അല്ല. ഇവരുടെ ഈ തീരുമാനങ്ങളും ചിന്തകളൊക്കെ കണ്ടിട്ട് ഇവരുടെ അവസ്ഥയൊക്കെ ഈശോയ്ക്കെല്ലാം കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഈശോ അവരെ ഒരുപാടൊന്നും ശാസിക്കുന്നില്ല. ഇവരെ ഉപദേശിച്ചും പ്രബോധിപ്പിച്ചും ഇവരെങ്ങനെ ചെയ്യേണ്ടെന്നൊക്കെ പഠിപ്പിച്ചാൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈശോയെ പട്ടാളക്കാരെ പിടിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ ഇവരുടെ ഈ പറഞ്ഞു കൊടുത്തതെല്ലാം അവരുടെ തലേന്ന് വൈപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഒന്നും തന്നെ തല നിൽക്കുന്നില്ല. ഇവരെല്ലാം ഇടയനടിച്ചു ആടുകൾ ചിതറി ഓടി എന്ന് പറഞ്ഞ പോലെ ആ വചനം അവിടെ പൂർത്തിയാകുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എല്ലാം ദുർബലമായിക്കൊണ്ടിരിക്കുന്നത് ഈശോ അത്രമാത്രം അത്ഭുതങ്ങൾ, ഏറ്റവും കൂടുതൽ കൺമുമ്പിൽ ഈശോയുടെ അത്ഭുതങ്ങളെല്ലാം തൊട്ടറിഞ്ഞ് അനുഭവിച്ച ആൾക്കാരാണ് ഈശോയുടെ ശിഷ്യന്മാര്. പക്ഷെ അതിൽ ഒരു ശിഷ്യനാണ് ഇങ്ങനെ പറയുന്നത് അല്ലെ. അപ്പൊ ഈശോയുടെ ശിഷ്യന്മാരില് ആ വ്യക്തി വളരെ ധീരനായ ഒരു വ്യക്തിയായിരുന്നെങ്കിലും ഈശോയുടെ അസാന്നിധ്യം കാരണം ആ വ്യക്തിക്ക് ഉണ്ടായ മനോവേദന കൊണ്ടാണ്
ഈശോയെ തൊടണം. അതായത് അപ്പൻ ഇപ്പം അപ്പനെ കാണണം എന്ന് പറഞ്ഞാൽ അപ്പൻ അപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ എന്താണ് കരച്ചിലൊക്കെ മാറ്റില്ല. പക്ഷെ എനിക്ക് അപ്പനെ കാണണം, അപ്പന്റെ അടുത്ത് പോകണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധം പിടി എന്ന പോലെ ഒരു കുഞ്ഞിനെ പോലെ ആണ് തോമസ് ശ്ലീഹ ആ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത്. അപ്പോ ഈശോ എന്താ കണ്ടത്? ഈശോ തോമസ് ശ്ലീഹയുടെ ഹൃദയമാണ് കണ്ടത്. ഈശോ എന്താണ് നോക്കുന്നത് മനുഷ്യന്റെ വാക്കുകളിലേക്കാൾ അധികമായിട്ട് ഈ വാക്കുകൾ എന്തുദ്ദേശത്തിലാണ് പറയുന്നത് എന്നുള്ളത്. ഇപ്പൊ നമ്മളിപ്പോ വായിക്കും എന്താണ്, ഇത്രയും നാളും കൂടെ നടന്നു 3 വർഷത്തിനും കൂടെ നടന്നിട്ടും വിശ്വാസമില്ലാത്തവൻ, അല്പവിശ്വാസി, തൊട്ട് വിശ്വാസി എന്നൊക്കെ ഇന്നും മലയാളികൾ പ്രത്യേകമായിട്ട് പറയുന്ന വാക്കുകളാണ്, കളിയാക്കുമ്പോ പോലും. പക്ഷെ യഥാർത്ഥത്തിൽ തോമാശ്ലീഹയുടെ ഹൃദയത്തിലേക്കാണ് ഈശോ നോക്കിയത്. അതുകൊണ്ട് തോമാശ്ലീഹയുടെ ഹൃദയാവസ്ഥ മനസ്സിലാക്കിയ ഈശോ അവിടെ വീണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈശോയുടെ തോമാശ്ലീഹയുടെ മുമ്പിലേക്ക് വന്ന് പറയുകയാണ്, നീ നിന്റെ ആഗ്രഹപ്രകാരം തന്നെ നിന്റെ വിശ്വാസം വ്യക്തമായിട്ട് മനസ്സിലാക്ക്, നിന്റെ അവസ്ഥ എന്താണെന്ന് നീ എന്നെ മനസ്സിലാക്ക്. അപ്പോ തോമാശ്ലീഹ അത് കണ്ട് വളരെ വേദനയോടുകൂടെ എന്റെ വാക്കിനെ മാനിച്ചുകൊണ്ട്, അതായത് എന്റെ വാക്കിനെ വില കൽപ്പിച്ചുകൊണ്ട്, എന്റെ വാക്ക് ഇത്രമാത്രം ബലഹീനമായിരുന്നിട്ട് കൂടി എന്റെ ബലഹീനതകളിലും കുറവുകളിലും എന്റെ നികൃഷ്ടാവസ്ഥകളും എന്നെ മനസ്സിലാക്കിക്കൊണ്ട് കൂടി സ്വർഗത്തിൽ നിന്നും എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. അതാണ് തോമാശ്ലീഹയുടെ ഹൃദയം ഉരുകാനായിട്ടുണ്ടായ കാര്യം. ഇപ്പൊ നമ്മളിപ്പോ പ്രാർത്ഥിക്കുമ്പോ ഒരുപാട് അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ നമ്മളുടെ ജീവിതത്തില് കണ്ടിട്ടുണ്ട്, അല്ലേ? ഒത്തിരി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിനും ഒത്തിരി വേദനിച്ചതിനും എല്ലാം ഒരുപാട് ദൈവം പ്രത്യുത്തരിച്ച് മറുപടി അനുഗ്രഹങ്ങളൊക്കെ തന്നു. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മളുടെ ജീവിതത്തില് ഈശോ പറഞ്ഞ എന്താണ്, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞു. ഈ ശരിക്കും പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ ലോകത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജനതയാണ്, വ്യക്തികളാണ് എന്നാണ് ഈശോ വചനം പറയുന്നത്. അപ്പോ അനുഗ്രഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഗ്രഹം ലഭിക്കുന്നത് എന്താണ്? പ്രകാശത്തിൽ നിന്നാണ്, അല്ലെ? ഇരുട്ടിൽ നിന്നാണോ അനുഗ്രഹം കിട്ടുന്നത്? അല്ലെ, പ്രകാശത്തിനാണ്. അപ്പൊ ഈ പ്രകാശത്തിന്റെ ഏറ്റവും ചെറിയ കണികയായിട്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായിട്ട് വന്നിട്ടുള്ളത്. ഈ അനുഗ്രഹം എന്താണ്? ഞാൻ നാളത്തെ പ്രകാശമായി മാറാനായിട്ട് എനിക്ക് തന്നിരിക്കുന്ന ഒരു അടയാളമാണ്, ഒരു ചിഹ്നമാണ്. പക്ഷെ നമ്മൾ അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞാൽ അടുത്ത അനുഗ്രഹത്തിന് വേണ്ടി നേർച്ചയും കാഴ്ചയും പ്രാർത്ഥനയൊക്കെ നടത്തും, അല്ലെ? അപ്പോ എന്താണ്, ആദ്യത്തെ അനുഗ്രഹം അവിടെ കിടക്കുമ്പോ തന്നെ നമ്മൾ അടുത്ത അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥന തുടങ്ങും. പക്ഷെ അവിടെ ഒരു അവിശ്വാസം പൊട്ടിമുളക്കാനായിട്ട് കാരണമുണ്ട്. ഈശോ 3 വർഷം തോമാശ്ലീഹയുടെ കൂടെ ജീവിച്ചു. എന്നിട്ടും തോമാശ്ലീഹയുടെ കൂടെ ഈശോ ഉണ്ടെന്ന് വ്യക്തമായ ഒരു മാനസികമായ തലത്തിൽ നിന്നും ദൈവീക തലത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ് ആ അനുഭവം ദൈവം അനുവദിച്ചത്. അപ്പോ നമുക്കും, അതായത് ഇപ്പോ ഇന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും ചെറിയ അനുഗ്രഹം തന്ന ദൈവം തന്നെയാണ് നാളെ എനിക്കൊരു വലിയൊരു ദുരൂഹ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നമുക്ക് അതിജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും നമ്മൾക്ക് വേണ്ടി നിലകൊള്ളുന്നത്, അല്ലെ? വേറെ ദൈവമുണ്ടോ നമുക്ക്? ഇല്ല, വേറെ ദൈവം ഇല്ല. നമുക്ക് നല്ല ഉറപ്പായിരിക്കണം. അന്ന് തന്നെ ചെറിയ കാര്യം, ചിലപ്പോ ഞാൻ ഇന്നാള് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്റെ പേഴ്സിൽ കാശില്ല, പേഴ്സും ഉണ്ടായില്ല. അപ്പൊ ഞാനിങ്ങനെ സ്റ്റോപ്പിൽ നിന്നിട്ട് ഇങ്ങനെ വിഷമിക്കണാണ്. 50 പൈസ മതി, എനിക്ക് ST ഉണ്ട് അന്ന്. അപ്പൊ 50 പൈസ കൊടുത്താൽ മതി എങ്കിലും എന്റെ കയ്യിൽ ആ 50 പൈസ പോലും ഇല്ല. ഞാനിങ്ങനെ അവിടെ ഇരുന്ന് പരിചയമുള്ള ആരെങ്കിലും കാണിച്ചു തന്നെ കർത്താവേ, അന്ന് ഒരു വിശ്വാസവും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഇന്നും എനിക്കത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെ. എന്റെ ഓർമ്മയില് ഒന്ന് ദൈവം ഇടപെട്ട ഒരു അനുഭവം. കാരണം ഒരുപാട് മനുഷ്യരുണ്ട് എന്റെ മുമ്പിൽ, അറിയാവുന്ന ഒരു മനുഷ്യനെ പോലും കാണുന്നില്ല. അവസാനം ഞാൻ ഒരിക്കൽ പോലും സംസാരിക്കാത്ത, ഒരിക്കൽ പോലും നോക്കി ചിരിക്കാത്ത, ഒരിക്കൽ പോലും മിണ്ടാത്ത ഒരു വ്യക്തി എന്റെ അടുത്ത് വന്നിട്ട് നിൽക്കുമ്പോ ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന കണ്ടിട്ടാണോ എന്നറിയില്ല, ഞാനിങ്ങനെ ചോദിച്ചു, എന്താണ്, എനിക്കൊരു 50 പൈസ തരാമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് 2 രൂപ തന്നു. അന്ന് 2 രൂപ എനിക്കത് ഭയങ്കര ഒരു ദൈവത്തിന്റെ ഒരു വലിയൊരു ഇടപെടലായിട്ടാണ് എനിക്കന്ന് അങ്ങനെ തോന്നിയത്. അപ്പൊ
ഓർക്കണം, ആ ഒരു ദൈവികമായ നമ്മുടെ ആ വളരെ നിസ്സാരമായിരിക്കും. 50 പൈസ വെച്ചാൽ വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ ഞാൻ പഠിക്കുന്ന കുട്ടിയാണ്, എനിക്ക് വരുമാനമൊന്നുമില്ല. അപ്പൊ അന്നേരം ആ സമയത്ത് എന്റെ ഇല്ലാഞ്ഞ സമയത്തുണ്ടായ പൈസ ഇല്ലാഞ്ഞ സമയത്ത് എനിക്ക് ആരെങ്കിലും എന്നെ സഹായിച്ചാൽ എനിക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോ ആ സമയത്ത് ഒരു ദൂതനെ പോലെ ആ വ്യക്തി എനിക്ക് 50 പൈസ വെച്ചപ്പോ 2 രൂപ തന്നത് എനിക്കൊരു ഇന്നും മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മ തന്നെയാണ്. അല്ലെങ്കിൽ അതൊരിക്കലും എന്റെ ജീവിതത്തിൽ മരണം വരെ എനിക്ക് മറക്കാൻ പറ്റില്ല. അത്രമാത്രം ഞാനത് ആ സമയം ഞാൻ ദൈവത്തെ ഓർത്തുപോയി. കാരണം ഞാൻ ഒരു ദൈവവിശ്വാസി ആയിരുന്നില്ല. അതാണ് മെയിൻ പോയിന്റ്. ഞാനൊരു ദൈവവിശ്വാസി ആകാത്ത സമയത്ത് പോലും എന്നെ ദൈവം പ്രൊട്ടക്ട് ചെയ്തു, അല്ലേ? ദൈവവിശ്വാസി അല്ലാത്ത സമയത്ത് പോലും ദൈവം എന്നെ പ്രൊട്ടക്ട് ചെയ്തു. അപ്പോ ഇതാണ് നമ്മളുടെ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറയുന്നതിന്റെ കാര്യം എന്താ? നമ്മള് വിശ്വാസമില്ലാത്തപ്പോഴും ഉള്ളപ്പോഴും ദൈവം ഒരുപോലെ തന്നെ നമുക്ക് വേണ്ടി നിലനിൽക്കുന്നുണ്ട് നമുക്ക് വേണ്ടി. പക്ഷെ നമ്മുടെ വിശ്വാസ ദുർബലത, അല്ലെങ്കിൽ നമ്മുടെ മന്ദത, അല്ലെങ്കിൽ നമുക്ക് ദൈവവുമായിട്ടുള്ള ചിന്തയില്ലാത്തൊരവസ്ഥ കൊണ്ടാണ് പല മേഖലകൾക്കും നമുക്ക് ഉത്തരം കിട്ടാതെ ഇരിക്കുന്നത്. നമുക്ക് ആ ഒരു അവസ്ഥ, അതായത് നമ്മുടെ പല മേഖലകളും ഇന്നൊരു വചനം ഞാൻ കണ്ടായിരുന്നു. അതായത് നമുക്ക് ഉത്തരം കിട്ടാത്തതിന്റെ ഒരു മേഖല, നമുക്ക് ഉത്തരം ചില എന്താണ് 1 പത്രോസ് ഒരു വചനഭാഗം ഞാൻ കണ്ടായിരുന്നു. 1 പത്രോസ് 4. അതായത് നമുക്ക് ചോദിക്കുമ്പോ തന്നെ കിട്ടാത്തതിന്റെ കാര്യം നമ്മുടെ ഉള്ളിലുള്ള അഹന്ത കൊണ്ടാണ് നമുക്ക് പലതും കിട്ടാതെ പോകുന്നത്. ആ വചനഭാഗം ഞാൻ ഇങ്ങനെ കണ്ടത്. അപ്പൊ ഞാൻ ശരിയാണ്, നമ്മള് എന്താണ് വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമുക്കൊരു വ്യക്തമായ ഉത്തരം കിട്ടാത്തതിന്റെ കാര്യം നമ്മുടെ ഉള്ളിലുള്ള അഹന്തയും നമ്മുടെ ദൈവിക നന്മയോട് നമ്മൾ മറുതലിപ്പൊക്കെ കാണിക്കുന്നോണ്ടായിരിക്കാം നമുക്ക് പല അനുഗ്രഹങ്ങളും കിട്ടാതെ പോകുന്നത്. അപ്പോ ആദ്യം നമ്മളെ ദൈവത്തെ കണ്ണുപൂട്ടി വിശ്വസിക്കുക, അല്ലെ? ആദ്യം നമ്മുടെ ഓർമ്മയിൽ, നമ്മുടെ വെളിവുണ്ടായ സമയത്ത് നമ്മൾ ആദ്യം അനുഗ്രഹിച്ച ദൈവം തന്നെയാണ് ഇപ്പോഴും അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊരു ദൈവമില്ലെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ അസ്വസ്ഥപ്പെടുന്നു? അപ്പൊ ആ ഒരു മേഖലകളെ നമുക്ക് തിരിച്ചറിയുവാനും, ആദ്യത്തെ അനുഗ്രഹം എന്റെ ദൈവം എന്നിലേക്ക് നൽകിയ പ്രകാശത്തിന്റെ ഒരു രശ്മിയാണ്. ആ രശ്മിയാണ് പിന്നെ എന്റെ പ്രകാശം എന്റെ ഉള്ളിൽ വളരാനും നിലനിൽക്കുവാനും ദൈവം ആഗ്രഹിച്ചിട്ടുള്ളത്. അല്ലാണ്ട് അനുഗ്രഹം ഇങ്ങനെ പറയണ്ട. കാരണം എപ്പോഴും അനുഗ്രഹിക്കാൻ തയ്യാറാണ്. പക്ഷെ ആദ്യം തന്ന അനുഗ്രഹം നീ ഇപ്പോഴും ബോധപൂർവം മനസ്സിലാക്കുന്നുണ്ടോ, വിശ്വസിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഈശോയുടെ മുമ്പിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടത്തി, എന്നിട്ടും ഈ തോമസ് ശ്ലീഹ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് വിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ഈ വചനം നമുക്ക് ഓരോരുത്തർക്കും പാഠമാണ്, അനുഭവമാക്കണം. ആ ഒരു കൃപയോട് ചേർന്നിരിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ